പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പുകയിൽ തട്ടിൻ്റെ അല്ലെ അടുപ്പിൻ്റെ മേലെ ഇങ്ങനെ കമ്പിയോ ചേരു പോലെയൊക്കെ ആക്കിയിട്ട് അതിലിട്ട് ഉണങ്ങിയായിരുന്നു കഴിച്ചിരുന്നത്. ആ ഉണക്കിറച്ചി കഴിച്ചത് നല്ല ഒരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ. ഇത് എടുത്താൽ ഒരാൾക്കെടുത്ത് കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ പൊട്ടിച്ചൊരു കഷ്ണം കഴിക്കാം. ഈ ഒരു ബിസിനസ് ആക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ലോണും കാര്യങ്ങളും ഒക്കെ തരാൻ ബാങ്ക് സമ്മതമാണ്. പക്ഷെ നമുക്ക് അത്രയും അങ്ങോട്ട് വേണ്ട. നമുക്കൊരു സന്തോഷത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളക്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മുളക്, പിന്നെ മഞ്ഞൾ, പിന്നെ ഉപ്പ് മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത്. ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ നട്ട് അതിനെ പുഴുങ്ങി ഉണങ്ങി ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ ഈ വിറകിലാണ് ഇത് ചെയ്യുന്നത്, കറണ്ടല്ല. ആ വിറകിൻ്റെ ചൂട് ഞങ്ങൾക്ക് മാത്രം അറിയാം. അതിന് ഓരോ സമയത്ത് ഓരോ ചൂട് കൊടുക്കണം. അമ്മയാണ് നമ്മുടെ ബിസിനസ്. അതുകൊണ്ട് അമ്മ അങ്ങനെ വയ്യാന്ന് പറയുന്ന ഒരു കാര്യമില്ല. അമ്മയ്ക്ക് അങ്ങനെ വയ്യായിക ഇല്ല. അപ്പം എപ്പോഴും ഓടി നടന്ന് ചെയ്യാൻ പറ്റണം. അതാണ് അവർക്കും താല്പര്യം. പടംപറമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സംരംഭകർ ഒരുപാടുള്ള മേഖലയാണ് നമ്മുടെ പുൽപ്പള്ളി മുള്ളംകൊല്ലിയൊക്കെ. വയനാടിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്തരായ നമ്മുടെ പുൽപ്പള്ളി മുള്ളംകൊല്ലി എന്ന് എടുത്തു പറയുന്നത് നമുക്ക് ഒരു കാർഷിക മേഖല കൂടിയാണ്. ഈ മേഖലയിൽ നിന്ന് കാർഷിക മേഖലയിൽ നിന്നുള്ള സംരംഭകർ ഒരുപാട് ഉള്ളൊരു മേഖല കൂടിയാണ് ഈ പുൽപ്പള്ളി മുള്ളംകൊല്ലി. അങ്ങനെ ഒരു സംരംഭകയാണ് ഇന്ന് പടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതും വ്യത്യസ്തമായൊരു മേഖലയിലൂടെയാണ് ഈ ഒരു സംരംഭക നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതായത് ഇടിയിറച്ചി, ഉണക്കിറച്ചി, ഇതൊക്കെയാണ് നമ്മുടെ ഷേർലി ചേച്ചി നമ്മുടെ വിപണിയിലേക്ക് എത്തിക്കുന്നത്. അതും വളരെ ക്വാളിറ്റിയോടുകൂടി നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാക്കിയിട്ടാണ് ഇതെത്തിക്കുന്നത്. അതിൻ്റെ പുറകിൽ കുറേ എഫേർട്ടുകളുണ്ട്. ഇത് ഏകദേശം ഒരു 20 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ ഷേർലി ചേച്ചി വന്നിട്ട്. അപ്പോൾ ആ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയാം. ഇന്നത്തെ പടവും പറമ്പും എപ്പിസോഡിലൂടെ കാഴ്ചകളിലേക്ക് പോകാം. തുടങ്ങാൻ കാരണം ഇതാണ്. ചേട്ടന് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് ഒരു കർഷകശ്രീ മാസിക വരുത്തി. അതിൽ നമ്മളിങ്ങനെ തേങ്ങ ഉണങ്ങുന്ന ഒരു ഡ്രയറിനെ കുറിച്ച് കണ്ടു. അപ്പം നമുക്കിങ്ങനെ ഒരു ഡ്രയർ വാങ്ങി തേങ്ങ ഉണങ്ങാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ അത് തേങ്ങ ഉണങ്ങി സക്സസ് ആയില്ല. അപ്പോൾ നമ്മളൊരു പരീക്ഷണം എന്ന പോലെ ഇറച്ചി ഉണങ്ങി ആദ്യം 1 കിലോ വാങ്ങി ഉണങ്ങി നോക്കി. പിന്നെ അത് ഒരു 2 കിലോ ആക്കി. അപ്പോൾ ആദ്യമൊന്നും നമുക്കിതിന് ഉണക്കം അറിയില്ലായിരുന്നു. ആദ്യമൊക്കെ അത് ശരിയായില്ല. പിന്നെ അതിങ്ങനെ ചെയ്ത് ഓരോ പരീക്ഷണങ്ങളിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ ഇതുപോലെ. പിന്നെ അതിൻ്റെ അടുപ്പും ഡ്രയറും ഒക്കെ നമ്മൾ തന്നെ സ്വന്തം സെറ്റ് ചെയ്ത് കുറേ വർഷങ്ങളെടുത്തു ഇത് മാറ്റങ്ങൾ വരുത്തി ഈ രീതിയിലാക്കിയെടുക്കാൻ. ഒരു 10 വർഷം എടുത്തു. അപ്പോൾ ഈ ഇതേപോലെ തന്നെ പോകാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിന് മേലെയായി. ഇത് തുടങ്ങിയിട്ട് 20 വർഷമായി. 15 വർഷം, ഒരു 2-3 വർഷം കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു ഇതിനെ ഈ രീതിയിലാക്കിയെടുക്കാൻ. പിന്നീടായപ്പോൾ നമ്മളിതിനെ പഠിച്ചു, ഇതിനെ എങ്ങനെയൊക്കെ വേണം ഇത് ശരിയാക്കി എടുക്കണം എന്നുള്ളത്. ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് ഓരോന്നും ഇപ്പോഴും നമ്മളതിനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം. ഇതിൻ്റെ ഉണക്കം എങ്ങനെയാണ്, ഇതിനെ എത്ര നേരം നമ്മൾ വെച്ചിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എത്ര മണിക്കൂർ കഴിഞ്ഞ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ തീ കൊടുക്കുന്നതും ചൂടും കാര്യങ്ങളൊക്കെ ഓരോ ദിവസം കൊണ്ടാണ് നമ്മൾ പുതിയത് പഠിക്കുന്നത്. അങ്ങനെയാണ് ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ. ഇതിൽ ജലാംശം ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇത്രയും ഒരു കേട് കൂടാതിരിക്കുന്നത്. ഇതിപ്പം 3-4 വർഷം വരെ ഞങ്ങൾ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 4 വർഷമൊക്കെ ആകുമ്പോൾ ഇറച്ചിയല്ലേ, അതിൻ്റെ ടേസ്റ്റ് മാറും. പക്ഷേ ഈ പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. ആദ്യം ചേട്ടൻ തന്നെയാണ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ കുടുംബത്തിലുള്ളവർക്കും സഹപ്രവർത്തകർക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ കൊടുത്തു നോക്കി. അവർ ഉപയോഗിച്ചപ്പോൾ അവർ തന്നെയാണ് ഇത് പറഞ്ഞത്, ഇത് നമുക്ക് ഒരു ബിസിനസ്സാക്കി എടുക്കാം. അപ്പം അങ്ങനെ ആദ്യം നമ്മൾ ഇങ്ങനെ ഓരോരുത്തരോട് വിളിച്ച് ചോദിച്ചും ഒക്കെ വീടുകളിലൊക്കെ എത്തിച്ചു കൊടുത്തിരുന്നു. നമ്മൾ ഇതൊരു ബ്രാൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ച് മക്കളാണ് പറഞ്ഞത് നമുക്കൊരു ബ്രാൻഡായിട്ട് ചെയ്യാം. മോനാണ് ഇത് സൺ ടേസ്റ്റ് എന്ന് പേരിട്ട്, അച്ഛയുടെ പേര് സണ്ണി എന്നാണ്. അപ്പം നമുക്ക്
അച്ഛയാണ് ഇത് കണ്ടുപിടിച്ചയാൾ, ചെയ്യാൻ വേണ്ടി താല്പര്യം എടുത്തതും ഒക്കെ. പിന്നെ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം മക്കളും ഞങ്ങളും തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്, ജോലിക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ ജോലിക്കാരെ വെച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഒരാൾ, മിനി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും ഒപ്പത്തിനുള്ളത്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ, ഇത് എടുത്താൽ ഒരാൾക്കെടുത്ത് കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ പൊട്ടിച്ചൊരു കഷ്ണം കഴിക്കാം. ഇത് കഴിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഗുണം മനസ്സിലാകുന്നത്. ഇതൊരു ഉണക്കിറച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും. നമ്മുടെ ഇറച്ചി തൊടുമ്പോൾ ഭയങ്കര ഡ്രൈ ആണ്. പക്ഷെ നമുക്കത് കൈ കൊണ്ട് തന്നെ പൊട്ടിച്ച് അപ്പം തന്നെ എടുത്ത് കഴിക്കാം. കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ചുട്ട ഇറച്ചിയുടെ ഫ്ലേവറോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഇറച്ചിയുടെ ഒരു ഉണക്കിറച്ചി മറ്റുള്ള ഇറച്ചികളെ അപേക്ഷിച്ച് വ്യത്യസ്തം. ഇതിനകത്ത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ആ ഉണക്കുന്ന രീതിയാണ് ഇതിനെ ഇത്രയും കാലം കേടുകൂടാതെ ഇരിക്കാൻ പറ്റുന്നത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളക്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മുളക്, പിന്നെ മഞ്ഞൾ, പിന്നെ ഉപ്പ് മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത്. ഇതൊന്നും കുരുമുളകും മഞ്ഞളും നമ്മൾ തന്നെ, ഇതിൻ്റെ മഞ്ഞൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ നട്ട് അതിനെ പുഴുങ്ങി ഉണങ്ങി 1 വർഷത്തേക്കുള്ള മഞ്ഞൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുകയാണ്. അതുപോലെ ഈ വിറകിലാണ് ഇത് ചെയ്യുന്നത്, കറണ്ടല്ല. ആ വിറകിൻ്റെ ചൂട് ഞങ്ങൾക്ക് മാത്രം അറിയാം. അതിന് ഓരോ സമയത്ത് ഓരോ ചൂട് കൊടുക്കണം. ആ ചൂട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഇറച്ചി ഒരു വേറെ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ലൊരു സ്മെല്ലോടുകൂടി ഉണങ്ങിയെടുക്കാൻ പറ്റുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ വലിയൊരു ബിസിനസ് ആക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ലോണും കാര്യങ്ങളും ഒക്കെ തരാൻ ബാങ്ക് സമ്മതമാണ്. പക്ഷെ നമുക്ക് അത്രയും അങ്ങോട്ട് വേണ്ട. നമുക്കൊരു സന്തോഷത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും. ഇനി ഇത് വലിയ കമ്പനിയായിട്ടൊന്നും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര നാളും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ ഒരു അധ്വാനം അതിനുള്ള ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ എടുത്തു പറയാൻ ഒരാളെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോയ ഒരാൾ പോലും മോശമെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഈ പുൽപ്പള്ളിയിൽ മാത്രമല്ല, നമ്മൾ പുറത്തേക്കും ഇപ്പോൾ തന്നെ കുറ്റ്യാടി, കൂടലഞ്ഞി, കണ്ണൂർ, അവിടെ നിന്നൊക്കെ വരുന്നവർ നമ്മളെ നേരത്തെ തന്നെ വിളിക്കും. ഉണക്കിറച്ചി ഞങ്ങൾ ഇന്ന ദിവസം പോകും, ഇത്ര കിലോ വേണം. ഞങ്ങളോട് 10 കിലോ വരെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ബസ്സിന് മാനന്തവാടിയിൽ നിന്ന് കണ്ണൂർക്കൊക്കെ കയറ്റി വിടുന്നുണ്ട്. അതുപോലെ കൊറിയറായിട്ട് നമ്മൾ കേരളത്തിലും ഇന്ത്യയിൽ എവിടെയും കൊറിയറായിട്ട് കൊടുത്തു വിടുന്നുണ്ട്. കൊണ്ടുപോയി ആരും മോശമെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല അഭിപ്രായമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ വന്നത് ഈ ഒരു ബിസിനസ് തുടങ്ങിയ പിന്നെയാണ്. എപ്പോഴും നമുക്ക് ഒരു 10 രൂപ എടുക്കണമെന്ന് തോന്നിയാൽ നമ്മുടെ കയ്യിലുണ്ടാവും. ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കായിട്ട് എപ്പോഴും ഇതുള്ളതുകൊണ്ട് എപ്പോഴും വരുമാന മാർഗമാണത്. ഇന്ന് നമ്മൾ പൈസ കൊടുത്ത് സാധനം വാങ്ങി വെച്ചാലും നമ്മളിത് വിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് പൈസയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും സാമ്പത്തികത്തിനൊരു ബുദ്ധിമുട്ട് വരുന്നില്ല ഈ ബിസിനസ് തുടങ്ങിയിട്ട്. പിന്നെ നമ്മൾ ഇടിയിറച്ചി ചെയ്യുന്നുണ്ട്, അച്ചാറും, അതൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഉള്ളൂ. ഇടിയിറച്ചി നമ്മൾ നന്നായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇനി അത് നന്നായിട്ട് ചെയ്യണം. ഇടിയിറച്ചിക്ക് നല്ല ഓർഡറുണ്ട്. പക്ഷേ അച്ചാറൊന്നും അത്ര ഓർഡറില്ല. നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇടിയിറച്ചിയാണ് ഇതിൻ്റെ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അമ്മ എപ്പോഴും ഒരു എൻ്റർപ്രണറായിരിക്കണം, നന്നായിട്ട് ചെയ്യണം, അമ്മയുടെ ബിസിനസ് എപ്പോഴും വളർന്നിരിക്കണം, അമ്മ അങ്ങനെ വയ്യാന്നൊന്നും പറയാൻ പാടില്ല, അമ്മ എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കണം, നന്നായിട്ട് അമ്മ അങ്ങനെ വയ്യാന്ന് പ്രായമായെന്നൊന്നും പറയരുത്. എപ്പോഴും പറയും അമ്മയാണ് നമ്മുടെ ബിസിനസ്. അതുകൊണ്ട് അമ്മ അങ്ങനെ വയ്യാന്ന് പറയുന്ന ഒരു കാര്യമില്ല, അമ്മയ്ക്ക് അങ്ങനെ വയ്യായികയില്ല. എപ്പോഴും ഓടി നടന്ന് ചെയ്യാൻ പറ്റണം. അതാണ് അവർക്കും താല്പര്യം. വന്നാലും മക്കളിപ്പോൾ പുറത്തുനിന്ന് വരുന്നവനാണേലും ബാംഗ്ലൂരുള്ള വന്നാലും അവർക്കും താല്പര്യമാണ്. ഇത് പാക്കിങ്ങിനും എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനൊക്കെ കൂടുന്ന ആൾക്കാരാണ്. അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവധിക്ക് വരുന്ന അത്രയും ദിവസം ഇതുപോലെ ഇറച്ചി ഇങ്ങനെ ചെയ്യാൻ കൂടുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ചെയ്യാൻ. അങ്ങനെ താല്പര്യമാണ് മക്കൾക്ക്, രണ്ടാൾക്കും മരുമക്കൾക്കും താല്പര്യമാണ്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പുകയിൽ തട്ടിൻ്റെ അടുപ്പിൻ്റെ മേലെ ഇങ്ങനെ കമ്പിയോ ചേരു പോലെയൊക്കെ ആക്കിയിട്ട് അതിലിട്ട് ഉണങ്ങിയായിരുന്നു കഴിച്ചിരുന്നത്. ആ ഉണക്കിറച്ചി കഴിച്ചത് നല്ല ഒരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ആ സ്വാദും ഈ സ്വാദും രണ്ടും രണ്ടാണ്. അതിന് വേറൊരു ടേസ്റ്റാണ്. ഇപ്പോഴും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ അന്ന് പുകയിൽ പിന്നെ
ആയ വെള്ളമൊക്കെ ഇങ്ങനെ ഊർന്നു പോയി. അതും ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ ആ ഒരു ഉണക്കർച്ചിയുടെ രുചി ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പോഴും നമുക്ക് ഇതിനോട് ഇത്രയും താല്പര്യം തോന്നുന്നത്. നമുക്കിപ്പം ഒരു 500 കിലോ ഇറച്ചി ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ആഴ്ചയ്ക്കൊരു 5 ദിവസം അത് ചെയ്യും. ഒരു ദിവസം നമ്മൾ വീട്ടിലെ ബാക്കി കാര്യങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കും. പിന്നെ അത്യാവശ്യം കൃഷികളും ചെടിയുണ്ട്, വീട് വൃത്തിയാക്കണം, അതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അതിനായിട്ട് മാറ്റി വയ്ക്കും. പിന്നെ ഇതിൻ്റെ ജോലി 500 കിലോ ഇറച്ചി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഫ്രീ ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ബാക്കി കൃഷി കാര്യങ്ങളിലേക്കൊക്കെ പോകും. അത്യാവശ്യം കൃഷിയുടെ കാര്യങ്ങളും നോക്കും, വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഇപ്പോഴുള്ള വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ ഒരുമാതിരി എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ ജോലികളായിട്ട് ചെയ്യുന്നവരാണ്. നമ്മൾ യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ ഒരുപാട് സംരംഭകരെ കാണാറുണ്ട്. നമുക്ക് താമരശ്ശേരിയിലൊരു 2 സ്ത്രീകൾ എന്താ തക്കാളി ഈ മസാലകൾ ഉണ്ടാക്കുന്ന അവരുമായിട്ട് നമ്മൾ ഒരിക്കൽ കോണ്ടാക്ട് ചെയ്തായിരുന്നു കേട്ടോ. അവർക്ക് നമ്മുടെ ഉണക്കർച്ചി ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അവരുടെ മസാല ഈ സവാള, തക്കാളി ഇതെല്ലാം ഉണങ്ങി അവർ പറയുന്ന കുറേ നാളത്തെ പരിശ്രമം കൊണ്ടാണ് അവർ വേറൊരു നമ്മളൊരു അവാർഡിനൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. അതുപോലെ കുറേ പേരുണ്ട് ഇപ്പം അങ്ങനെയൊക്കെ. എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുടങ്ങിയവർ ഒരെണ്ണം തുടങ്ങിയത് അതിൻ്റെ പുറകെ തന്നെ പോകാതെ മറ്റു പലതിലേക്കും നോക്കിയാൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അതുപോലെ ഇതിലേക്കൊക്കെ വരുവാണെങ്കിൽ എല്ലാവർക്കും സമയം പോകും, മനസ്സിന് സന്തോഷമാകും, നമുക്കൊരു പോക്കറ്റ് മണിയാകും. അങ്ങനെ പോകാമെന്നാണ് എൻ്റെ അഭിപ്രായം.